അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ പഠിക്കുന്ന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിലെ 82-ാമത്തെ അധ്യായം സൂറത്തുൽ ഇൻഫിത്വാറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അധ്യായത്തിലെ ധാരാളം ആയത്തുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 12ഓളം ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് ആയത്തുകൾ മാത്രമാണ് നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാൻ ബാക്കിയുള്ളത്. നമുക്കറിയാം, ഈ അധ്യായത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ, ഇത് മക്കിയായ സൂറത്താണ്. അതുകൊണ്ട് തന്നെ തൗഹീദും ആഖിറത്തും റിസാലത്തുമൊക്കെയാണ് ഈ അധ്യായത്തിലെ പഠന വിഷയങ്ങൾ. ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് അധ്യായം ആരംഭിച്ചത്. ഇദ സമാഉൻ ഫതറത് വഇദൽ കവാകിബു ഇൻതസറത് വഇദൽ ബിഹാറു ഫുജ്ജിറത് വഇദൽ ഖുബൂറു ബുഅ്സിറത്. ആ 4 ആയത്തുകളിലൂടെ ലോകാവസാനത്തിൻ്റെ മുന്നോടിയായി സംഭവിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അലിമത്ത് നഫ്സുൻ മാ ഖദ്ദമത് വഅഖറത്, മനുഷ്യൻ അവൻ ചെയ്തു വെച്ചത്, അവൻ ചെയ്യാൻ ബാക്കി വെച്ചത്, അല്ലെങ്കിൽ ചെയ്തതിൻ്റെ അടയാളങ്ങൾ, അതൊക്കെ അവൻ അന്നത്തെ ദിവസം അവൻ കാണുമെന്നാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നത്, മനുഷ്യ നിന്നെ വഞ്ചിതനാക്കിയത് എന്താണ്? യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബി റബ്ബിക്കൽ കരീം, നിൻ്റെ റബ്ബിൻ്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിതനാക്കിയത് എന്താണ്? അവൻ നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ അവൻ ശരിപ്പെടുത്തുകയും ഏറ്റവും നല്ലൊരു ഘടനയോടുകൂടെ, ഒരു തർത്തീബോടുകൂടെ നിന്നെ അവൻ സംവിധാനിക്കുകയും ചെയ്തു. പക്ഷേ നീ മതത്തെ കളവാക്കുകയാണ് ചെയ്തത്, മതത്തെ നീ നിഷേധിച്ച് കളയുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വ ഇന്ന അലൈക്കും ലഹാഫിളീൻ, നിങ്ങളുടെ മേൽ മേൽനോട്ടക്കാരുണ്ട്, ഹാഫിളുകളുണ്ട്, സംരക്ഷകരായ ആളുകളുണ്ട്. കിറാമൻ കാത്തിബീൻ, അവർ മാന്യന്മാരായ എഴുത്തുകാരാണ്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം, ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അവർ അറിയുന്നുണ്ട്. ഇതാണ് നമ്മൾ അവസാനമായി പറഞ്ഞത്. വ ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാത്തിബീൻ യഅലമൂന മാ തഫ്അലൂൻ. വ ഇന്ന അലൈക്കും ലഹാഫിളീൻ എന്ന് പറഞ്ഞ നിങ്ങളുടെ മേൽ ഹാഫിളുകളായ, സംരക്ഷകരായ മലക്കുകളുണ്ട്. നമ്മളതിൻ്റെ വിശദീകരണം മനസ്സിലാക്കുകയുണ്ടായി. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട്, അള്ളാഹു നിശ്ചയിച്ച ആളുകളുണ്ട്. അവർ എല്ലാം അറിയും. മനസ്സിൻ്റെ വിചാരങ്ങൾ വരെ രേഖപ്പെടുത്തുമെന്നുള്ളതിൻ്റെ തെളിവ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരാളൊരു നന്മ ചെയ്യാൻ വിചാരിച്ചാൽ അതൊരു നന്മയായി രേഖപ്പെടുത്തുമെന്നാണ്. നന്മ ചെയ്തിട്ടില്ലെങ്കിലും അതൊരു നന്മയായി രേഖപ്പെടുത്തും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മനസ്സിലുള്ള വിചാരങ്ങൾ വരെ അറിയാൻ, രേഖപ്പെടുത്താൻ അള്ളാഹു അവർക്ക് ശക്തി നൽകിയിട്ടുണ്ട്, കഴിവ് നൽകിയിട്ടുണ്ട് എന്നാണ് ആ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ആയത്തുകൾ വായിച്ചു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ജീവിതത്തിൽ മേൽനോട്ടക്കാരായി, സംരക്ഷകരായി, അതേപോലെ തന്നെ എഴുത്തുകാരായി മലക്കുകൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ ആ മലക്കുകൾക്ക് രേഖപ്പെടുത്താനുള്ള നന്മകൾ കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിക്കാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അധ്യായം നമുക്ക് പറഞ്ഞു തരുന്നൊരു പാഠമാണത്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബികൾ നമസ്കരിക്കണം. അങ്ങനെ റിഫാഅത്ത് ബിനു റാഫിഅ അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ നിസ്കരിക്കണം. കുന്ന യൗമൻ നുസല്ലി വറഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിൻ്റെ പിറകിൽ നിന്നിങ്ങനെ നിസ്കരിക്കുകയാണ്. അങ്ങനെ നമസ്കാരത്തിൽ നിന്ന് ഫലമ്മ റഫഅ റഅസഹു മിനർ റകഅതി ഖാല സമിയല്ലാഹു ലിമൻ ഹമിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇൽ നിന്ന്
സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് പിന്നെ എഴുന്നേറ്റപ്പോൾ ഈ അത്തിദാലിലേക്ക് എഴുന്നേറ്റപ്പോൾ ഖാല റജുലൻ വറഅഹു, നബിയുടെ പിന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ പറഞ്ഞു റബ്ബന വലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. ഈ പ്രാർത്ഥന ഒരാൾ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണ്. റബ്ബന വലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. ഈ പ്രാർത്ഥന ഒരാൾ ഈ അത്തിദാലിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ഫലമ്മ ഇൻസറഫ, നമസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ നബി ചോദിച്ചു ഖാല മനിൽ മുതകല്ലിം, ആരാണത് പറഞ്ഞ ആള്? ഞാൻ ഈ അത്തിദാലിലേക്ക് പ്രവേശിച്ച സമയത്ത് റബ്ബന വലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി റബ്ബന വലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ എന്ന് പറഞ്ഞത് ആരാണ്? അപ്പോൾ ആ പറഞ്ഞയാൾ പറഞ്ഞു ഖാല അന, നബിയെ ഞാനാണ് പറഞ്ഞത്, ഞാനാണ് ആ വാചകം പറഞ്ഞയാൾ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് ഖാല റഅയ്തു ബിദ്അതൻ വസലാസീന മലക്കൻ യബ്തദിറൂനഹ അയ്യുകും യക്തുബുഹ അവ്വൽ. ഞാൻ കാണുകയുണ്ടായി 30-ലധികം മലക്കുകൾ, 30-ൽ ചില്ലാനും മലക്കുകൾ, അവർ ഈ പറഞ്ഞ നന്മയെ ആദ്യം ആര് രേഖപ്പെടുത്തും എന്നതിന് വേണ്ടി മത്സരിക്കുന്നത്, തിരക്ക് കൂട്ടുന്നത് ഞാൻ കാണുകയുണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മൾ ചെയ്യുന്ന നന്മകൾ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ആ നന്മകൾ എന്ത് ചെയ്യണം? രേഖപ്പെടുത്താനുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവുള്ള സമയങ്ങളിൽ, അതേപോലെ തന്നെ തിരക്കുള്ള സമയങ്ങളിലൊക്കെ മലക്കുകൾ നന്മകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്മകളിൽ വ്യാപൃതരാകാൻ വേണ്ടി വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ കാണാം, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പ്രാർത്ഥന ആർക്കറിയാത്തത്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥന, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മളൊക്കെ പഠിച്ച പ്രാർത്ഥനയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഒരാൾ ഈ പ്രാർത്ഥന ചൊല്ലി എപ്പോൾ ഫീ യൗമിൻ മിഅത മറ, ഒരു ദിവസം 100 തവണ ഈ പ്രാർത്ഥന ഒരാൾ ചൊല്ലി, അങ്ങനെയാണെങ്കിൽ കാനത്ത് ലഹു അദ്ല അശ്രി റിഖാബിൻ, 10 അടിമകളെ മോചിപ്പിച്ച കൂലി ഉണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്, 10 അടിമകളെ മോചിപ്പിച്ച കൂലി. തീർന്നില്ല, വകുതിബത് ലഹു മിഅതു ഹസന, 100 നന്മകൾ അയാൾക്ക് രേഖപ്പെടുത്തും. മുഹീതു അൻഹു മിഅതു സയ്യിഅ, 100 തിന്മകൾ മായ്ച്ചു കളയുകയും ചെയ്യും. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലിയാൽ 10 അടിമകളെ മോചിപ്പിച്ച കൂലി, 100 നന്മകൾ രേഖപ്പെടുത്തുക, 100 തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയുക. എന്തൊരു വലിയ സൗഭാഗ്യമാണ്, എത്രമാത്രം വലിയ തൗഫീഖാണ്. അതുകൊണ്ട് തന്നെ നന്മകൾ ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മൾ മത്സരിക്കണം. മനസ്സിലായില്ല? നന്മകൾ ചെയ്യാൻ, നന്മകൾ നമ്മൾ നിസ്സാരമാക്കാതെ കഴിവിൻ്റെ പരമാവധി നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും മത്സരിക്കേണ്ടത്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ചയെക്കുറിച്ച് പറഞ്ഞത്, വെള്ളിയാഴ്ച മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ പറയാം, ഇദാ കാന യൗമുൽ ജുമുഅ കാന അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി അൽ മലായിക. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും, വെള്ളിയാഴ്ച ദിവസങ്ങൾ പള്ളികളുടെ വാതിൽക്കൽ മലക്കുകൾ ഉണ്ടാകുന്നതാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യും? യക്തുബൂൻ അൽ അവ്വല ഫൽ അവ്വൽ, ആദ്യം വരുന്ന ആൾക്കാർക്ക് അവരുടെ തോതനുസരിച്ച് അവർക്ക് ഇങ്ങനെ കൂലികൾ എഴുതിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, ആദ്യം വരുന്ന ആൾക്ക് ഒട്ടകത്തിൻ്റെ കൂലി, പശുവിൻ്റെ കൂലി, പിന്നെ അങ്ങനെ നമുക്ക് ഹദീസ് നമ്മൾ കേട്ട ആൾക്കാരാണ്. അങ്ങനെ ആ ദറജയനുസരിച്ച് ആ ജുമാഅയുടെ മുമ്പ് വരുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ പ്രതിഫലങ്ങൾ മലക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്നാണ്. അങ്ങനെ ഫൈദാ ജലസൽ ഇമാമു, ഇമാമ് ഇരുന്നാൽ, ഇമാമ് സലാം പറഞ്ഞ് ഖുത്ബ തുടങ്ങാൻ വേണ്ടി ഇരുന്നാൽ അവരെന്ത് ചെയ്യും? അവരവരുടെ ഏടുകളൊക്കെ അടച്ചു വെക്കും. എന്നിട്ടോ അവർ ജുമാ ഖുത്ബ കേൾക്കാൻ വേണ്ടി അവർ അവിടെ വന്നിരിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ അവിടെ രേഖപ്പെടുത്താണ്. നമ്മൾ നേരത്തെ ചെന്നാൽ, നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ മലക്കുകൾ രേഖപ്പെടുത്തും. ഇങ്ങനെ മലക്കുകൾ എവിടെയൊക്കെ രേഖപ്പെടുത്തുന്നുണ്ടോ ആ എല്ലാ സ്ഥലത്തും അവർ രേഖപ്പെടുത്തും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ നന്മകൾ ചെയ്യാൻ വേണ്ടി രേഖപ്പെടുത്താൻ അവർക്ക് ധാരാളം നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒഴിവുള്ള സമയങ്ങളിൽ സ്വലാത്തുകൾ ചെല്ലുക, ദിക്റുകൾ ചെല്ലുക, അതേപോലെ തന്നെ ദീനിൻ്റെ വിജ്ഞാന സദസ്സുകളിൽ പങ്കെടുക്കുക. ഇങ്ങനെ ധാരാളം നന്മകൾ ചെയ്യുക. കാരണം എന്താ? ഈ ജീവിതം അവസാനിക്കും. ഈ ജീവിതം അവസാനിച്ചാൽ പിന്നെ ഇതിൻ്റെ കണക്കെടുപ്പാണ്. അലിമത്ത് നഫ്സുൻ മാ ഖദ്ദമത് വ അഖറത്, നമ്മൾ ചെയ്തതും അതേപോലെ തന്നെ ചെയ്യാൻ ബാക്കി വെച്ചത് അല്ലെങ്കിൽ ചെയ്തതിൻ്റെ അടയാളങ്ങൾ ഇതൊക്കെ കണ്ടെത്തുന്ന ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയത്തെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. നന്മകൾ മാത്രമല്ല രേഖപ്പെടുത്തുക, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. തിന്മകൾ രേഖപ്പെടുത്തും. ഭയങ്കര പ്രയാസമുണ്ടായി, വലിയ ബുദ്ധിമുട്ടുണ്ടായി. പലിശക്കെടുക്കാൻ ബാങ്കിലേക്ക് ഓടുന്ന മനുഷ്യന്മാരുണ്ട്.
നഊദുബില്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. ബാങ്കിൽ പോയി പലിശക്ക് പണമെടുക്കുന്നത് നിഷിദ്ധമാണ്, ഹറാമാണ്, പാടില്ല, തിന്മയാണത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തഅകുലുർ റിബ, നിങ്ങൾ പലിശ ഭുജിക്കാൻ പാടില്ല എന്ന ഖുർആൻ കൃത്യമായി കൊണ്ട് കൽപ്പിച്ച ലാ തഅകുലുർ റിബ. എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ പലിശ ഭുജിക്കാൻ പാടില്ല. അങ്ങനെയുള്ള തിന്മകൾ, വ്യാപകമായ തിന്മകൾ ചെയ്യുന്ന ആൾക്കാർ അല്ലേ, വ്യഭിചരിക്കുന്ന ആൾക്കാർ, മദ്യപിക്കുന്ന ആൾക്കാർ, മോഷ്ടിക്കുന്ന ആൾക്കാർ, പരിഹസിക്കുന്ന ആൾക്കാർ, ഗീബത്ത് പറയുന്ന, നമീമത്ത് പറയുന്ന, പകവെച്ച് പുലർത്തുന്ന, അങ്ങനെ വ്യത്യസ്തമായ തിന്മകളുടെ ആ തിന്മകളൊക്കെ എന്ത് ചെയ്യും? മലക്കൾ രേഖപ്പെടുത്തും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സൂക്ഷിക്കണം. ഈ അധ്യായം പഠിക്കുമ്പോൾ ഏറ്റവും ഗൗരവത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരായത്താണിത്. ഇനി നോക്കൂ നിങ്ങൾ, നമ്മൾ ഇന്ന് അടുത്ത ആയത്തെ 13-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ കർമ്മങ്ങളുടെ രേഖകൾ തയ്യാറാക്കിപ്പിക്കുന്നത്? മലക്കൾ എന്തിനാണ് ഇത് രേഖപ്പെടുത്തുന്നത്? അത് അല്ലാഹു പറഞ്ഞു, ഇന്നൽ അബ്റാറ ലഫീ നഈം, ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം യസ്ലൗനഹാ യൗമദ്ദീൻ വമാ ഹും അൻഹാ ബിഗായിബീൻ. ഇതാണ് കാരണം. എന്താ അല്ലാഹു പറയുന്നത്? ഇന്നൽ അബ്റാറ ലഫീ നഈം, ഇന്നൽ അബ്റാറ, നിശ്ചയമായും പുണ്യവാന്മാർ, സജ്ജനങ്ങൾ. അബ്റാർ എന്ന് പറഞ്ഞാൽ പുണ്യവാന്മാർ, സജ്ജനങ്ങൾ, ബിർറ് ചെയ്യുന്ന അബ്റാർ, ബിറിന്റെ ജമാണ് അബ്റാർ, ബിർറ് അബ്റാർ. ഇന്നൽ അബ്റാറ, നിശ്ചയമായും പുണ്യവാനന്മാർ, പുണ്യം ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സജ്ജനങ്ങളായ ആൾക്കാർ, ലഫീ നഈം, അവർ സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും. അവർ നഈമിലായിരിക്കും, സുഖാനുഗ്രഹത്തിലായിരിക്കും. എന്താ നഈം? എന്താ? സ്വർഗമാണ്, സംശയമൊന്നുമില്ല. അവർ സുഖാനുഗ്രഹത്തിലായിരിക്കും. അപ്പോൾ ഇന്നൽ അബ്റാറ ലഫീ നഈം, നിശ്ചയമായും പുണ്യവാന്മാർ സുഖാനുഗ്രഹങ്ങളിൽ തന്നെയായിരിക്കും. കർമ്മങ്ങളുടെ രേഖകൾ മലക്കുകൾ ഹാജരാക്കും. അതിൽ പുണ്യങ്ങൾ ധാരാളമുള്ള ആളുകൾ അവരാരായിരിക്കും? അവർ നഈമിലായിരിക്കും, അവർ സ്വർഗത്തിലായിരിക്കും. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം, വ ഇന്നൽ ഫുജ്ജാറ, നിശ്ചയമായും ഫുജ്ജാറുകളായ ആളുകൾ അവരെവിടെയാ? ലഫീ ജഹീം, അവർ ജഹീമിലായിരിക്കും. എന്താണ് ഫുജ്ജാർ? ഫുജ്ജാർ എന്ന് പറഞ്ഞാൽ തോന്നിവാസികൾ, ദുർജനങ്ങൾ. അബ്റാറിന്റെ നേരെ ഓപ്പോസിറ്റാണ്. അബ്റാർ ആരാ? പുണ്യവാളന്മാരാണ്, സജ്ജനങ്ങളാണ്. ഫുജ്ജാർ ആരാ? തമ്മാടികളാണ്, തോന്നിവാസികളാണ്, ദുർജനങ്ങളാണ്. വ ഇന്നൽ ഫുജ്ജാറ, തീർച്ചയായും ഫുജ്ജാറുകളായ ആളുകൾ ലഫീ ജഹീം, അവരെവിടെയായിരിക്കും? ജ്വലിക്കുന്ന അഗ്നിയിലുമായിരിക്കും, അഥവാ നരകത്തിലുമായിരിക്കും. അപ്പം നോക്കൂ നിങ്ങൾ, കർമ്മങ്ങൾ രേഖപ്പെടുത്ത മലക്കുകൾ, ആ രേഖപ്പെടുത്തുന്നത് പുറത്തെടുക്കും ഒരു ദിവസം അല്ലേ. ഈ ആകാശം ഉതിർന്നു വീണു, ആകാശം തകർന്നു തരിപ്പണമായി, അതേപോലെ തന്നെ നക്ഷത്രങ്ങളൊക്കെ ഉതിർന്നു വീണു, ഭൂമി അതിൻ്റെ ഭാരമൊക്കെ പുറത്തേക്ക് തള്ളി, കടലുകളൊക്കെ പിന്നെ കരകവിഞ്ഞൊഴുകുന്ന, അല്ലെങ്കിൽ അതൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന, അങ്ങനെ ആ ലോകാവസാനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന വിചാരണയാണ്. ആ വിചാരണയിൽ നമ്മൾ കാണുന്ന എന്താ? ഗ്രന്ഥം പുറത്തെടുക്കും. നമ്മൾ ചെയ്ത നന്മകൾ തിന്മകളൊക്കെ കൊണ്ടുവരും. അന്ന് നന്മകൾ ചെയ്ത ആളുകൾ അവരാരാ? അബ്റാറുകളാരാ? അവർ നഈമിലായിരിക്കും. ഫുജ്ജാറുകളോ? അവർ ജഹീമിലുമായിരിക്കും. എന്നുള്ള അല്ലാഹു പറഞ്ഞു, യസ്ലൗനഹാ യൗമദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസം അവർ അതിൽ കടന്ന് എരിയുന്നതാണ്. ഈ ഫുജ്ജാറുകളായ ആളുകൾ അവരാ പിന്നെ നരകത്തിൽ കടന്നിട്ട് എരിയുന്നതാണ്. വമാ ഹും അൻഹാ ബിഗായിബീൻ, അവർ അത് വിട്ട് മറഞ്ഞു പോകുന്നവരല്ല. ഇത് നമ്മൾ ശരിക്കും കേൾക്കേണ്ട ഒരു ആയത്താ. വമാഹും അൻഹാ ബിഗായിബീൻ, വമാഹും, അവരല്ലതാനും. ആര്? ഈ ഫുജ്ജാറുകളായ ആളുകൾ. മനസ്സിലായി? ഫുജ്ജാറുകളായ ആളുകൾ. അതേപോലെ തന്നെ നരകത്തിൽ കിടക്കുന്ന ആൾക്കാർ അവരല്ലതാനും. എങ്ങനെ? അലൈഹ, അത് വിട്ട്, അഥവാ അതിൽ നിന്ന്, ബിഗായിബീൻ, മറഞ്ഞ് ഒഴിഞ്ഞു പോകുന്നവർ, മറഞ്ഞു പോകുന്ന അവർ, ഒഴിഞ്ഞു. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയോ? ഈ നരകവാസികളായ ആളുകൾ, സ്വർഗത്തിലും നിത്യവാസികളുണ്ട്, നരകത്തിലും നിത്യവാസികളുണ്ട്. ഈ ഫുജ്ജാറുകളായ തോന്നിവാസികളായ ദുർജനങ്ങളായ മതത്തെ കളവാക്കിയ പടച്ചോൻ അംഗീകരിക്കാത്ത മനുഷ്യന്മാർ അവരെവിടെയായിരിക്കും? അവർ നരകത്തിലായിരിക്കും. അല്ലാഹു അത് പറഞ്ഞു. ആ നരകത്തെ അവർ ഒഴിഞ്ഞു പോകൂല എന്ന്. അതിൻ്റെ അർത്ഥം എന്താ? അവർ നരകത്തിൽ തന്നെ കിടക്കും. അവർ നരകത്തിൻ്റെ വേദനകൾ അനുഭവിച്ച് അവരതിൽ ഖാലിദീന ഫീഹ, അവരത് നിത്യവാസികളായിരിക്കും. എല്ലാവരും അല്ല. നരകത്തിൽ നിന്ന് പല സന്ദർഭങ്ങളിലായി ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരും അല്ലെ. ശിക്ഷകൾ അനുഭവിച്ച് നരകത്തിൽ നിന്ന് പുറത്തു വരുന്ന ആൾക്കാരുണ്ട്. അതിൽ സ്വർഗത്തിലേക്ക് അവസാനമായി പ്രവേശിപ്പിക്കുന്ന ആളുടെ ചരിത്രമൊക്കെ നമ്മൾ പലതവണ കേട്ടതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ നരകത്തിൽ നിത്യവാസികളുണ്ട്. ഷിർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരെവിടെയാണ്? അവർ നരകത്തിലാണ്. അവർക്ക് നരകത്തിൽ നിന്നൊരു മോചനമല്ല. ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട കാര്യമാണ്. ഷിർക്ക് ചെയ്യുന്ന ആളുകൾ നരകത്തിലാന്ന് പറഞ്ഞാൽ പോലെ ഖാലിദീന ഫീഹ, അവരതിൽ നിത്യവാസികളാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത യുശ്രികു ബില്ലാഹി ഷൈഅൻ ദഖലൻ നാർ,
ആരെങ്കിലും മരണപ്പെടണം എങ്ങനെ? അള്ളാഹുൽ പങ്കു ചേർക്കുന്ന അവസ്ഥയിൽ. മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, മുനമ്പത്ത് ബീബിയെ രക്ഷിക്കണേ എന്നിങ്ങനെ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവർ ശിർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അയാൾ മുശ്രിക്കാണ്, ഇയാൾ മുശ്രിക്കാണെന്നുള്ളതല്ല. എന്താ ശിർക്ക് എന്ന് പറയണം. ഒരാളെ മുശ്രിക്കാക്കാൻ നമുക്ക് ആർക്കും അധികാരമില്ല. അത് പടച്ചവൻ്റെ അടുത്തുള്ള വിഷയമാണ്. മനസ്സിലായേ? ഇന്ന ആൾ മുശ്രിക്കാണ്, ഇന്ന ആളുകൾ, ഇന്ന വിഭാഗം മുശ്രിക്കാണ്, അത് പറയാനുള്ള യാതൊരു എന്താ പറയുക അവകാശം നമുക്ക് ആർക്കുമില്ല. നമ്മളത് പറയാനും പാടില്ല. ഒരാളെക്കുറിച്ച് അത് അഹ്ലുസുന്നയുടെ നിലപാടല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ്, അത് പാടില്ലാത്ത കാര്യമാണ്. മനസ്സിലല്ലേ? അത് പാടില്ലാത്ത കാര്യമാണ്. ഒരാളെ തഅയീൻ ചെയ്ത്, ഒരാളെ വ്യക്തമായി ഒരാളെ ചൂണ്ടിയിട്ട് അയാൾ കാഫിറാണ്, അയാൾ മുശ്രിക്കാണ്, അയാൾ മുർത്തദ്ദാണ്, നമുക്ക് എന്താ അവകാശമുള്ളത്? നമ്മൾ ആരും ഇത് പറയാൻ പാടില്ല. മനസ്സിലായോ? അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ എന്നാൽ ഇന്നത് ശിർക്കെന്ന് പറയണം. ഒരാൾ ഖബറിൻ്റെ സമീപത്ത് പോകും. നമ്മൾ കണ്ടൊരു വലിയ വിഭാഗം ആൾക്കാർ ഖബറിൻ്റെ സമീപത്ത് പോകും. എന്നിട്ട് അവർ ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാണ്. ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആളുകൾ, അവരുടെ വിശ്വാസം എന്താ? അവർ പറയുന്നത് ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഞങ്ങളെ സഹായിക്കും, ഞങ്ങളെ രക്ഷപ്പെടുത്തും, അയാൾക്ക് അള്ളാഹു അതിന് കഴിവ് കൊടുത്തിട്ടുണ്ട്. അതില്ലാത്തതാണ്, ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. ഖബർ സന്ദർശിക്കുന്ന വേളയിൽ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ഖബറാളിയോടും പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് ശിർക്കാണ്, അല്ലാഹു പൊറുക്കാത്ത കാര്യമാണ്. അപ്പം അത് നമ്മൾ പറയണം. ഷിർക്കുകൾ ഏതാന്ന് പറയണം. മനസ്സിലായേ? പാപങ്ങളെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ദൗത്യം തന്നെ. നബിനെക്കുറിച്ച് നമ്മൾ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ സ്വർഗത്തിലേക്കുള്ള പാത ഏതാന്ന് പറഞ്ഞു തന്നു, നരകത്തിലേക്ക് പോകുന്ന വഴിയും പറഞ്ഞു തന്നു അല്ലേ? മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, വഞ്ചന കാണിക്കരുത്, നീതി കാണിക്കണം, എല്ലാ തിന്മകളെക്കുറിച്ച് നബി താക്കീത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ തിന്മ ഏതാ? ഷിർക്കാണ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. അല്ലെ? പണ്ഡിതന്മാർക്ക് അൽ കബായിർ എന്ന് പറഞ്ഞ് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പുസ്തകം അൽ കബായിർ, വൻ പാപങ്ങൾ. എന്തിനാ പഠിപ്പിക്കുന്നത്? നമ്മളത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്, നമ്മളതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഷിർക്ക് ഏതാണ് എന്ന് പറയുന്നത് ഒരാളെ മുശ്രിക്കാക്കാനല്ല, ആ ഷിർക്കിലേക്ക് നമ്മൾ പോകരുത്, അതിൻ്റെ ഗൗരവം പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹ് പറയാണ്, വമാഹും അൻഹാ ബിഗായിബീൻ, അവരതിൽ നിന്ന് എന്ത് ചെയ്യില്ല, വിട്ടുമാറി ഒഴിവായി പോകുന്നവരല്ല, അവർ നരകത്തിൽ തന്നെ ആയിരിക്കും. അവർ നരകത്തിൽ തന്നെ. അതേപോലെ സ്വർഗത്തിലുള്ള നിത്യവാസികൾ, സ്വർഗത്തിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓൻ അവിടെ സ്വർഗത്തിൽ നിത്യവാസിയാണ്. മനസ്സിലായി? അങ്ങനെ സ്വർഗം ലഭിക്കുന്ന ഒരുപാട് അമലുകളുണ്ട്, സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരുപാട് അമലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ കുഫറാകട്ടെ, ഷിർക്കാകട്ടെ, അള്ളാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥനയാകട്ടെ, ഇതൊക്കെ എന്താണ്? അത് നമ്മളെ നരകത്തിൽ നിത്യവാസിയാക്കുന്ന കാര്യം. ആ നരകത്തിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ പണിയാണ്. അപ്പോൾ എന്ത് വേണം? നമ്മൾ തൗഹീദുള്ള ആൾക്കാരാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച ഒരാൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, നരകത്തിൽ നിത്യവാസി ആകൂല, അത് ഉറപ്പാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്കും മനസ്സിലാക്കിയ ഒരാൾ, അയാൾ എന്ത് പാപം ചെയ്താൽ, ഇത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, എന്ത് തെറ്റ് ചെയ്താലും അയാൾക്ക് എന്തെങ്കിലും ഒരു മോചനമുണ്ട്. അള്ളാഹുവിനെ അംഗീകരിച്ച ഒരാൾ നരകത്ത് പഠിച്ച പുറത്ത് കൊണ്ടുവരും. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? നമ്മുടെ വിശ്വാസത്തിൽ ഷിർക്ക് വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പം നോക്കൂ, നിങ്ങൾ വാക്കുകളിൽ വരുന്ന ഷിർക്കുണ്ട്, നമ്മൾ അറിയും കൂടിയില്ല. പ്രവർത്തികളിൽ വരുന്ന ഷിർക്കുണ്ട്. അതേപോലെ തന്നെ അമലുകളിൽ, അങ്ങനെയുള്ള പല മേഖലകളിൽ ഷിർക്ക് കടന്നു വരും. നമ്മളെല്ലാവരും ആഴത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ പഠിക്കേണ്ട ഒരു മേഖലയാണത്. ഷിർക്ക് വരുന്ന ഷിർക്കിൻ്റെ ഇനങ്ങളെക്കുറിച്ച്, ഷിർക്ക് വരുന്ന വഴികളെക്കുറിച്ച്. കാരണം എന്താ? ഷിർക്ക് ചെയ്താൽ നരകം ഉറപ്പാണ്, സ്വർഗം നിഷിദ്ധാണ്. അതുകൊണ്ട് ഏറ്റവും നമ്മൾ പഠിക്കേണ്ടത് എന്താ? തൗഹീദും ഷിർക്കുമാണ്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു പറയണത് അവരതിനൊരിക്കലും പിന്തിരിഞ്ഞ് ഒഴിവായി പോരില്ല, അവർ നരകത്ത് തന്നെയായിരിക്കും. വമാ അദ്റാക മാ യൗമുദ്ദീൻ എന്ന് അല്ലാഹു ചോദിച്ചു. വമാ അദ്റാക മാ യൗമുദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസം എന്താണെന്ന് നിനക്ക് എന്തറിയാം? പ്രതിഫല നടപടിയുടെ ദിവസം എന്താണെന്ന് നിനക്ക് എന്തറിയാം? ഈ വമാ അദ്റാക എന്നുള്ള ചോദ്യം പലതവണ നമ്മൾ വിശദീകരിച്ചതാണ്, അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ. വമാ അദ്റാക, നിനക്ക് എന്തറിയാം? എന്ത്? മാ യൗമുദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസത്തെക്കുറിച്ച്. സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ, വീണ്ടും ചോദിക്കണം. സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ, പിന്നെയും അഥവാ വീണ്ടും പ്രതിഫല നടപടിയുടെ ദിവസം എന്താണ് നിനക്കെന്തറിയാം? യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. അതാണ് അവസാനത്തെ ആയത്ത്. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. യൗമ ലാ തംലികു, അധീനമാക്കാത്ത, ഉടമയാക്കാത്ത ദിവസം, ഉടമപ്പെടുത്താത്ത ദിവസം. എന്ത്? നഫ്സുൻ, ഒരു മനുഷ്യനും ഒരു ദേഹവും, ലിനഫ്സിൻ, ഒരാൾക്കും, ഷൈആ, യാതൊന്നും യാതൊരു കാര്യത്തിനും, വൽ അംറു, കാര്യങ്ങൾ, കൽപ്പനകൾ, അധികാരം,
യൗമ ഇതിൻ ആ ദിവസം ലില്ല അള്ളാഹുവിനായിരിക്കും, പടച്ചവനായിരിക്കും. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ പ്രതിഫല നടപടിയുടെ ദിവസം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ ലോകാവസാനം സംഭവിച്ച് മനുഷ്യരെല്ലാവരും ഒരുമിച്ച് കൂട്ടിയാൽ പ്രിയപ്പെട്ടവരെ അവിടുത്തെ അവസ്ഥ എന്താ? അവിടെ ഒരാളും വേറെ ഒരാൾക്കും യാതൊന്നും അധീനമാക്കാത്ത അഥവാ ചെയ്തു തരാൻ കഴിയാത്ത ദിവസമായിരിക്കും. ഒരാളെ സഹായിക്കാനുണ്ടാവില്ല. ഇന്ന് എത്ര ആൾക്കാർ നമ്മളെ സഹായിക്കാൻ അല്ലേ? നമ്മുടെ വയനാട് ഒരു ദുരന്തം ഉണ്ടായപ്പോൾ എന്തൊക്കെ സഹായങ്ങൾ കൊടുക്കാൻ ആൾക്കാർ തയ്യാറാകുന്നത്, എന്തൊക്കെ കൊടുക്കാനാണ് മനുഷ്യന്മാർ സഹായിക്കണം. പ്രിയപ്പെട്ട ദുരന്തം അനുഭവിച്ച ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ, വെള്ളം കൊടുക്കാൻ, വസ്ത്രം കൊടുക്കാൻ, വീട് കൊടുക്കാൻ, വീട്ടിലെ ഉപകരണങ്ങൾ കൊടുക്കാൻ എന്തിനു റെഡിയാണ് ആൾക്കാർ. ഇവിടെ നമുക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടായാൽ നമ്മളെ ചേർത്ത് പിടിക്കാനും സഹായിക്കാനൊക്കെ കുറേ ആൾക്കാർ. എന്നാൽ പരലോകത്തോ അല്ല പറയാ, അവിടെ ആരും ഉണ്ടാകൂല. പരലോകത്ത് നഫ്സി നഫ്സി, ഓരോ ആളുകൾ എൻ്റെ ശരീരം, എൻ്റെ ആത്മാന്ന് പറഞ്ഞിങ്ങനെ വിലപിക്കുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ദിവസം പിന്നെ ആ കാര്യങ്ങളുടെയൊക്കെ കൈകാര്യകർത്താവ് ഇന്നും പഠിച്ചവനാണ്, അന്ന് അള്ളാഹു ആയിരിക്കും. അന്ന് ഒരാൾക്ക് മിണ്ടാൻ പറ്റൂല, ഒരാൾ മിണ്ടാൻ പറ്റൂല. മനുഷ്യന്മാർ ചെല്ലുമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രവാചകന്മാരുടെ സമീപത്തേക്ക് ഒന്ന് വിചാരണക്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടാണ്ട് വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സൂര്യൻ മുകളിൽ കാലം കുറെ അങ്ങനെ നിൽക്കുന്നതാണ്. ആർക്കൊന്നും മിണ്ടാല്ല, ആർക്കൊന്നും പറയാൻ കഴിയില്ല, എല്ലാവരും ഭയത്തിലുള്ളത്. എന്നിട്ട് ആളുകൾ ചെല്ലും ആദം നബിൻ്റെ അടുത്ത് ഒന്ന് അള്ളാഹുവിനോട് വിചാരണക്കെടുക്കാൻ വേണ്ടി പറയാൻ. അദ്ദേഹം തയ്യാറാകില്ല. നൂഹ് നബി, അങ്ങനെ ഓരോ പ്രവാചകന്മാർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ എത്ര കാലം സുദീർഘമായി സുജൂദിൽ വീണ് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഷഫാഅത്ത് നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിചാരണക്കെടുക്കണം. നമുക്കറിയാം അത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനത്തെ ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളെല്ലാവരും മരണത്തെ അഭിമുഖീകരിക്കും അല്ലേ? ലോകം അവസാനിക്കുന്നതിന് മുമ്പാണ് നമ്മുടെ മരണമെങ്കിൽ ലോകം അവസാനിക്കുന്ന ദിവസം ഖബറുകളിൽ നമ്മളൊക്കെ എഴുന്നേറ്റ് വരും. എന്നാൽ അതിന് ശേഷമുള്ളതിലൊക്കെ നമ്മൾ സാക്ഷികളാണ്. അള്ളാഹു നമ്മളെ പരലോകത്ത് കൊണ്ടുവരും, വിചാരണ ചെയ്യും. വിചാരണക്കൊടുവിൽ ഒന്നുകിൽ നമ്മൾ സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ നമ്മൾ നരകത്തിലാണ്. അള്ളാഹു നമ്മളെ സ്വർഗ്ഗക്കാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അന്നത്തെ ദിവസം നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാകും? നമ്മുടെ അമലുകളായിരിക്കും ഉണ്ടാകുക, നമ്മുടെ കർമ്മങ്ങളായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമലുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിക്കൊണ്ട് പരിശ്രമിക്കുക. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ശുദ്ധീകരിക്കുക. നമ്മൾ കറകളഞ്ഞ തൗഹീദ് അംഗീകരിക്കുന്ന തൗഹീദുള്ള ആൾക്കാരാണ് എന്നെന്ത് ചെയ്യുക? നമ്മളെല്ലാവരും ഉറപ്പുവരുത്തും. നമ്മുടെ വിശ്വാസത്തിൽ ഒരു പുഴുക്കുത്തുമില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. വാശിയും ദേഷ്യതൊക്കെ എന്ത് ചെയ്യുക? പകയൊക്കെ മാറ്റിവെക്കുക. ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വിശുദ്ധ ഖുർആനിലെ 82-ാമത്തെ അധ്യായം സൂറത്തുൽ ഇൻഫിത്താറാണ് കഴിഞ്ഞ 3 ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചത്. 3 ക്ലാസ്സുകളിലൂടെ. അപ്പോൾ ഈ ക്ലാസ്സുകൾ കേൾക്കാത്ത ആൾക്കാർ എന്തിരുന്ന് ആദ്യം മുതലൊന്ന് കേട്ട് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറെ പഠിക്കേണ്ട ഒരു അധ്യായമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ദിവസം പുതിയ ഒരു അധ്യായം പഠിച്ച് നമുക്ക് തുടങ്ങാം. അല്ലാഹു ഇനി സൂറത്തു അമ്മ ജുസ്ഇൽ നമുക്ക് 2-3 സൂറത്തുകൾ കൂടെ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. അത് പൂർത്തിയാക്കിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, നമുക്കൊരു ചെറിയ പരീക്ഷ, ഒരു ടെസ്റ്റൊക്കെ നടത്തി അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ വിതരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. മറ്റൊരു അധ്യായം മറ്റൊരു ജുസ്അ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് പഠിക്കാനും അത് ഉൾക്കൊള്ളാനും അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനുമൊക്കെ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻകും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.